ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് നിങ്ങളുടെ ആ ഒരു വ്യക്തി എങ്ങനെ ക്യാരക്ടറുള്ള ഒരു പേഴ്സണാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാണോ, ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ജെനുവിനാണോ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആളെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഓവറോൾ എനർജി എടുക്കാം. ഈ ഒരു പേഴ്സൺ എങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള പേഴ്സണാണ്, എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, 10 ഓഫ് സോഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. മാത്രമല്ല ജീവിതത്തിൽ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടിയായിരിക്കും. അതായത് എത്ര ഒരു താഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാലും, എത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാലും അത് ഓവർകം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് പെട്ടെന്നൊന്നും ഈ ഒരു പേഴ്സൺ അങ്ങനെ തളർന്നു പോവില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചില ക്രൂഷ്യൽ സിറ്റുവേഷനിൽ മൊത്തത്തിൽ വീണ് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ നിന്ന് എണീക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് അങ്ങനെ തന്നെ പിന്നെ കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര വീഴ്ചകൾ ഉണ്ടായാലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നമ്മൾ ഈ ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥയൊക്കെ പറയുന്ന പോലെ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. മാത്രമല്ല വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ലൈഫ് വളരെ പ്രാക്ടിക്കലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്ത് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലാണ് ലൈഫ് കൂടുതൽ സക്സസ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റൊരു കാറ്റഗറിയാണ്. അവിടെ നമ്മൾ ആ ഒരു ഫീലിങ്സ് അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ വളരെയധികം ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒട്ടും ഒരു തളച്ചിടാൻ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ അതിനകത്ത് അങ്ങനെ പെട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. വളരെയധികം ഫ്രീഡത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് നല്ലപോലെ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചില സമയത്ത്, ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചില സമയത്ത് ഇവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഒരു കുട്ടിക്കളി പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈഗോയോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് സംസാരിച്ചെന്ന് വരാം. എന്നാൽ ചില സമയത്ത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള രീതിയിലും പെരുമാറിയെന്ന് വരാം. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഈ ഒരു പേഴ്സൺ തന്നെയാണോ ഇത് എന്നുള്ളത്. അതായത് അവരുടെ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരു മടി ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡൗൺ ടു എർത്ത് ആവാനും കുഴപ്പമില്ലാത്തൊരു എനർജിയാണ്. എന്നാൽ എപ്പോഴും ആ ഒരു വ്യക്തി അങ്ങനെ നിൽക്കുന്ന ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഗർവിലിരിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അതുപോലെ തന്നെ വളരെയധികം കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു വർക്കിംഗ് ഫീൽഡിലായിക്കോട്ടെ, വർക്ക് ചെയ്യാനൊന്നും അത്രയും മടിയുള്ള ഒരു വ്യക്തിയല്ല. വർക്ക് ഹോളിക് ആയിരിക്കാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ലൈഫിൽ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ മുൻനിരയിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നാച്ചുറൽ ബോൺ ലീഡർ എന്ന് തന്നെ പറയാം. മുന്നിൽ നിൽക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. എന്നാൽ അവർക്ക് വേണ്ടുന്ന ഒരു സമയത്ത് ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആവാനായിട്ടും ഒരു മടിയില്ലാത്ത ഒരു വ്യക്തി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു സഹായം കാര്യങ്ങളൊക്കെ ആരിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കാൻ ആ ഒരു വ്യക്തിക്ക് അറിയാം. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ പേഴ്സൺ ഉണ്ട്. ഇനി അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് കംഫർട്ടബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ മടിയില്ലാത്തൊരു വ്യക്തിയായിരിക്കും. എന്നാൽ അതേസമയം അതിനകത്തൊരു ഫ്യൂച്ചർ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിൻവലിഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ് നമുക്കിവിടെ പേഴ്സണൽ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതേ ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മെയിൻ സ്പ്രെഡിലേക്ക് വരാം. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നാണ്. നിങ്ങളുടെ കാര്യത്തിൽ അവർ സീരിയസ് ആയിട്ട് കരുതുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു അവർ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നേരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. Five of Pentacles, Justice, Six of Swords, Six of Pentacles, Ace of Cups, Temperance, Ten of Swords, Knight of Pentacles, Seven of Swords, King of Pentacles, Four of Cups, Seven of Pentacles, the Empress, King of Cups. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ആൻഡ് ഓവറോൾ എനർജിയൊക്കെ നോക്കിയപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്പ്രെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഭാവിയുള്ളതായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും അത് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ തീർത്തും അടുത്ത് പെരുമാറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കണം ഈ പേഴ്സൺ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ നേരത്തെ എടുത്തപ്പോഴും അവിടെ നമുക്ക് ഓവറോൾ എനർജിയിൽ ആ ഒരു 10 ഓഫ് സോഡ്സ് വന്ന് ഇവിടെയും വന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് മുന്നിലേക്ക് വരാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. പെട്ടെന്ന് തകർന്നു പോയൊന്നുമില്ല. എങ്കിലും ഈ പറഞ്ഞൊരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു എൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോസ് ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്.
മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ അവരുടെ ഒരു മെയിൻ എനർജിയിൽ പോലും അത്രയധികം ഇമോഷണലി ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അവർ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉള്ളത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമോഷനാണ്. ആ ഒരു വ്യക്തിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്കവിടെ ഒരു മിസ്സിംഗ് ഫീൽ അല്ലെങ്കിൽ ഒരു നഷ്ടബോധമൊക്കെ വരുന്നത്. ആ ഒരു സ്നേഹം അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫേസിലാണ് ഈ വ്യക്തി ഉള്ളത്. ഒരുപക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അത്രയധികം ഒന്നും അവർ ചിലപ്പോൾ ഇമോഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അത്രയും ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട് എന്ന് ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്ന് പോലുമില്ല. നമ്മളൊരു പേഴ്സൺ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എത്രത്തോളം ഒരു പ്രിയപ്പെട്ടതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം ശൂന്യതയാണ് അനുഭവപ്പെടുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെയും നമുക്കത് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസ് എനർജി ആൻഡ് ടെമ്പറൻസ് ആണ്. ഈ 2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം അത് മാത്രമല്ല പല കാര്യങ്ങളുണ്ടാവാം. നമ്മളുടെ കരിയർ ഉണ്ടാവാം, നമ്മുടെ ഫാമിലി ഉണ്ടാവാം, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം. പല പല കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വേണം. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ടെമ്പറൻസ് എനർജിയിൽ ആ ഒരു നമ്മൾ പറഞ്ഞു ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ പരസ്പരം സ്പേസ് കൊടുത്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ ഒരു ബാലൻസിങ് കാണാനായിട്ട് കഴിയും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നടന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയല്ല പോകേണ്ടത്. നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നതായിട്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരുപാട് വിഷമാവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ വ്യക്തി പോകുന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു ഫ്രീഡമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിനോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്കൊരു തകർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുക. അങ്ങനെയുള്ള വേറെ ടെൻഷൻസും ഇപ്പോൾ ആ ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇവിടെ നമുക്ക് കാണാം ആ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അതായത് ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നിട്ടല്ലേ മറ്റുള്ളവരെ എനിക്ക് റിസീവ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ആ ഒരു സംഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തം നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കരിയറിലോ ഫിനാൻസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ബേസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. മാത്രമല്ല അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിസ്കിലൂടെ മാത്രം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ നമ്മൾ ടാക്ടിക്സ് എന്ന് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സണ് അവർ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവർ ഹാപ്പി അല്ല എന്നുള്ളത് മാത്രമല്ല ഒരു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അല്ലെങ്കിൽ ഒന്ന് കരകയറി വരേണ്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരേണ്ടുന്ന ഒരു ആവശ്യകത കൂടി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ അങ്ങനെ എടുത്തിയാടി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതേ പ്ലാനിങ് നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റേബിളായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് എടുത്തിയാടി അത് അപ്പം തന്നെ വീണ്ടും കുളമായിട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് എനർജി, ഇവിടെ ഒരു 10 ഓഫ് സോർഡ്സ് എനർജി, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒട്ടും സന്തോഷമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സിറ്റുവേഷനിലാണ് അവർക്ക് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോട് പോലും എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്ദർഭവും കൂടി അവരുടെ ലൈഫിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ ആ ഒരു ഇമോഷൻസ് കൺട്രോൾഡ് ആണ്.
അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട്, താല്പര്യമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്ത് മണ്ടത്തരങ്ങൾ ചെയ്യാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരാളല്ല. നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതേസമയം നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ജസ്റ്റിസ് വേണം, ബാലൻസ് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പ്രതീക്ഷയുണ്ട്, ഹോപ്പുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. സെയിം എനർജി നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതേ ആ ഒരു വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഗ്രോത്ത് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരായിട്ട് തന്നെ ഒന്ന് സ്റ്റേബിൾ ആവാനും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി സ്റ്റേബിൾ ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയിലാണ് പല കാര്യങ്ങളും ഉള്ളത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിംഗിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് വരാനും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ സ്വയം ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയ ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്നറിയില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അവരുടെ ഒരു പ്ലാനിങ്ങുമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇമോഷൻസ് ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്തിരിക്കുന്ന വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ നിങ്ങളിപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില കാര്യങ്ങളിലൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ചിലപ്പം ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ഈ പേഴ്സൺ തളർന്നു പോയിട്ടില്ല. തീർച്ചയായിട്ടും ഓവർകം ചെയ്ത് മുന്നിലേക്ക് വരും എന്ന് തന്നെ ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വേണ്ടത് കുറച്ചൊരു ടൈമാണ്. സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ പോവാം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ടും സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവരുടെ ഒരു ക്യാരക്ടറും പറഞ്ഞതാണ്. അപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ തടസ്സം എന്താണോ നിങ്ങൾക്കിടയിൽ ബാധ്യതയായിട്ട് നിൽക്കുന്നത്, അത് മാറി ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.